ഇന്നലെ വളരെ അത്യാവശ്യമായൊരു യാത്ര നടത്തേണ്ടി വന്നു. ഓട്ടോറിക്ഷയിലാണ് യാത്ര. ചേർത്തലയ്ക്കാണ് പോകുന്നത്. വയലാർ കവല മുതൽ അങ്ങോട്ട് വലിയ തടസ്സമാണ് റോഡിൽ. അവിടെ പണി നടക്കുകയാണ്. നാഷണൽ ഹൈവേയുടെ പണിയാണ്. വളരെ വിദഗ്ധന്മാരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നതെങ്കിലും യാത്രാ തടസ്സമില്ലാതെ അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഈ നാഷണൽ ഹൈവേയുടെ പണി തുടങ്ങിയ കാലം മുതൽ ഇങ്ങനെ തന്നെയാണ്. മറ്റൊന്ന്, പൈപ്പ് പൊട്ടുകയാണ്. പൈപ്പ് പൊട്ടി ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുകയുമാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നാഷണൽ ഹൈവേ പണി ചെയ്യുമ്പോൾ ഈ 2-3 കാര്യങ്ങൾ അവർക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ. ഹൈവേ അതോറിറ്റി അതിന് വേണ്ടി ചില സൗകര്യങ്ങൾ ചെയ്തിട്ടുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: തൊട്ടടുത്തുള്ള പാതകൾ, അതായത് നാഷണൽ ഹൈവേക്ക് സമാന്തരമായിട്ട് കിടക്കുന്ന പാതകളെല്ലാം, എല്ലാ റോഡുകളും കുറച്ചുകൂടി നന്നായിട്ട് യാത്ര ചെയ്യത്തക്ക രീതിയിലാക്കിയെടുക്കും. അതിന് പഞ്ചായത്തുകൾക്ക് അത്രയും പണം ഗവൺമെൻറ്റിനാണ് പണം കൊടുക്കും. ഗവൺമെൻറ് പഞ്ചായത്തിന് പണം കൊടുക്കും. അവർക്കത് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയുന്നില്ല. ഹൈവേയിലേക്ക് കയറി വരുന്ന എല്ലാ റോഡുകളും വളരെ മോശമായിട്ട് കിടക്കുകയാണ്. മഴ വന്നാൽ ഇവരെ പറയാനുമില്ല. കുടിവെള്ളത്തിൻ്റെ കാര്യം ഇതിനേക്കാൾ ഏറെ കഷ്ടമാണ്. വെള്ളം കിട്ടാതെ വരുമ്പോൾ ജനങ്ങളുടെ ആക്രാന്തവും പരിഭ്രമവുമെല്ലാം ഒന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ ശുദ്ധജലം കിട്ടുന്ന ധാരാളം കുളങ്ങളുണ്ടായിരുന്നു. കുളങ്ങളിപ്പോൾ വെട്ടാറില്ല. അതിൽ പലതും മണ്ണ് വന്ന് മൂടിക്കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ കുളം എന്ന് പറയത്തക്ക രീതിയിലൊരു ചെറിയ കുഴിയല്ലാതെ മറ്റൊന്നും നമ്മുടെ നാട്ടിൽ കാണാനില്ല. ഇപ്പോൾ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി നടത്തുന്നത് വലിയൊരു ജനദ്രോഹമാണ്. അവരെ ജനദ്രോഹത്തിൻ്റെ പേരിൽ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടേണ്ടവരാണ്. ഇത്ര മരണങ്ങളാണ് ഉണ്ടായത്. അപകടം പറ്റി കുഴിയിൽ വീണ്, മുകളിൽ നിന്ന് സാധനങ്ങൾ താഴോട്ട് വീണ്, ഇങ്ങനെ ഒട്ടേറെ അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ള ഈ പണി തുടങ്ങിയതിന് ശേഷം. ആരും ഇതിന് നേതൃത്വം ഏറ്റെടുക്കുന്നില്ല. ആരും ഇത് ഭംഗിയാക്കണമെന്ന് വിചാരിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റാണ്, വേറെ യാതൊരു പണിയുമില്ല. അവർ ഹിന്ദുക്കളെ സംഘടിപ്പിച്ച് നടക്കുകയാണ്. അങ്ങനെ ഭരണം നടത്താം എന്ന വാശിയിലാണ് അവരുടെ പോക്ക്. അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. ചുരുക്കി പറഞ്ഞാൽ കേന്ദ്രത്തിനെ കൊണ്ട് ഇത് ഇടപെടിച്ച് ഇതൊന്ന് നന്നാക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും നടപടി കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. അതുണ്ടാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.